ഓണം തൂക്കും, അതിപ്പോ തന്നെ ഉറപ്പിച്ചു കേട്ടോ. ഓണം ഈ വർഷം നിവിൻ പോളിയുടെ തന്നെയാണ്. ഓണം തൂക്കി എല്ലാവരും ഓണം അടിപൊളിയൊക്കെ പടം വന്ന് കണ്ട്. ഓവർ ഫെമിനൈൻ, ഓവർ ക്യൂട്ട്നെസ്, ഫീമെയിൽ ലീഡ്, ഇതൊന്നുമില്ല. എല്ലാ പ്രേക്ഷകർക്കും കണക്ട് ആയിരിക്കും, ഉറപ്പല്ലേ. 2 തൊട്ട് 3 കാണാനുള്ള പടമുണ്ട്. അത്രയ്ക്ക് രസമായിട്ട് ഓണത്തിന് കുറിച്ച്. കിടുപടം അടിപൊളി. 100 കോടി അല്ല, അതിന് മുകളിൽ അടിക്കും. 200 കോടി അടിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഈ കണക്കിന് പോകണം. ഇപ്രാവശ്യം ഓണം തൂക്കും, അതിപ്പോ തന്നെ ഉറപ്പിച്ചു കേട്ടോ. കിടിലം വേണം. രണ്ടുപേരുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ കോമഡി സീൻസും ഒരു ലാഗ് പോലും തരി ഫസ്റ്റ് ഹാഫ് തൊട്ട് ഇതുവരെ പീരീഡില്ല. എനിക്ക് അടിപൊളിയായിരുന്നു. ഫുൾ എൻഗേജിങ് എന്റർടൈൻമെന്റ് ആയിരുന്നു. അത്യാവശ്യം ഫൈറ്റ് സീക്വൻസ് എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ. ഓണം ഈ വർഷം നിവിൻ പോളിയുടെ തന്നെയാണ്. അടിപൊളി അടിപൊളി ഞങ്ങളുടെ കൂട്ടുകാരൻ ഓണം തൂക്കി എല്ലാവരും ഓണം അടിപൊളിയൊക്കെ പടം വന്ന് കണ്ട്. ഫാമിലി പടമാണ്. എല്ലാവരും നീമ്പോളി എല്ലാവരും വന്നവരും പോയവരും ഒക്കെ അടിപൊളി. ഐ എം ടു ഹാപ്പി ടു ഷെയർ മൈ ഒപ്പീനിയൻ ഓൺ ദിസ്. കാര്യം വേറൊന്നുമല്ല, പലർക്കും സർവമായാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് നിവിൻ പോളി കംബാക്ക്. ബട്ട് ഫോർ മീ അന്ന് ഞാൻ ഹാപ്പി ആയിരുന്നു. ഐ ഫെൽറ്റ് ഗുഡ്. ബട്ട് ഫോർ മീ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ കംബാക്ക്. കാര്യം യു ഡോണ്ട് ഓൾവേസ് നീഡ് എ മാസ് മസാല തിങ്, ഓർ യു ഡോണ്ട് ഓൾവേസ് നീഡ് ഒരു ഹീറോ പരിവേഷം, അല്ലെങ്കിൽ അസഭ്യ കോമഡി, അല്ലെങ്കിൽ എന്താ പറയാ ഓവർ ഫെമിനൈൻ, ഓവർ ക്യൂട്ട്നെസ്, ഫീമെയിൽ ലീഡ്, ഇതൊന്നുമില്ലാതെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മമതാ ബൈജു ചെയ്ത ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ. അതുപോലെ തന്നെ സഹതാരങ്ങളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യാതെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ഒരു മെയിൽ ലീഡ് അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്ന ആള് ശരിക്കും ഹി സ്റ്റോൾ ദ ഷോ. പക്ഷെ ഈ 2 കാര്യങ്ങൾ നടക്കുന്ന സമയത്തും കൂടെയുള്ള ഒരു സൈഡ് ക്യാരക്ടേഴ്സിനെയും സൈഡ് ആക്കാതെ എവ്രി വൺ ഈസ് ഹാവിംഗ് ദിയർ ഓൺ ഇമ്പോർട്ടൻസ്. ആൻഡ് ഞാൻ ബീങ് എ ഫിലിം ആസ്പിറന്റ് ഞാൻ പറയാം, ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഇസ് ടു ഗുഡ്. കാര്യം അതിന്റെ ഇമോഷണൽ കണക്ട് ആയാലും അല്ലെങ്കിൽ പടം ഒരു സെക്കൻഡ് പോലും ലാഗ് അടിക്കാതെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഇത്ര നല്ല രീതിയിൽ ഒരു സിമ്പിൾ പടം, ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ പടം, ഒരു ആക്ഷേപഹാസ്യം ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പടം ഇത് ചെയ്യാൻ ശരിക്കും കഴിവാണ്. ആൻഡ് ഓൾ ഹാറ്റ്സ് ഓഫ് ടു ഗിരീഷ് ഏടി ആൻഡ് ടീം. ദാറ്റ്സ് വാട്ട് ഐ വിൽ സേ. ആ പ്രേമം കൊണ്ടുവന്നൊരു ഓളുണ്ടല്ലോ, അതെന്തായാലും പടം കൊണ്ടുവന്നിരിക്കും. ബദലേന്ന് 100% ഗ്യാരണ്ടി. ഞാൻ ഒരു ഡൈഹാർഡ് നിവിൻ പോളി ഫാനാണ്, അതുകൊണ്ട് പറയണതല്ല. ഇതെല്ലാ പ്രേക്ഷകർക്കും കണക്ട് ആയിരിക്കും, ഉറപ്പല്ലേ. എല്ലാരും പോയി കാണാം, ഓണമൊക്കെ അടിച്ചു പൊളിക്കാം. അതിന് പറ്റും ഈ പടം. രണ്ടാണ് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര അടിപൊളിയാണ്. അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ഭയങ്കര ഫീൽ. നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മള് സമയം പോകണമെന്ന് അറിയില്ല. ഇമോഷണലാണ്, അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മള് മറന്ന് സിനിമ ഇരുന്ന് കാണുന്നത്. അത്രയും നമുക്ക് അത്രയും ഇമോഷണലാണ് പടം, അത്രയ്ക്ക് രസമാണ്. നമ്മള് അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മളെന്ന് വെച്ചാൽ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് നമ്മള് മറന്നു പോകും. അത്ര ചിരിക്കാനുണ്ട്, ഇമോഷണലാണ്. അവരുടെ കോമ്പോ അടിപൊളിയാണ്, ഡയറക്ഷൻ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്, എല്ലാ രസമാണ്. ഉഗ്രം പടം. 1 തൊട്ട് 2 തൊട്ട് 3 കാണാനുള്ള പടമുണ്ട്. അത്രയ്ക്ക് രസമായിട്ട് ഓണത്തിന് കുറിച്ച് അത്രയ്ക്ക് എടുക്കണ പടം. നിങ്ങൾക്ക് തിയേറ്ററിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്താൽ തന്നെ കാണാം ഓരോ കോമഡിയും എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് അതെല്ലാം കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണേലും സെക്കൻഡ് ഹാഫും ഫാമിലി, അതുപോലെ തന്നെ മൊത്തത്തില് ഇമോഷന്, എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും പടം കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും. അടിപൊളിയായിട്ടുണ്ട്. നിവിൻ പോളിയുടെ എന്താ പറയുന്നത് പഴയ ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മുടെ കറുത്ത് പറയുവാണെങ്കിൽ വടക്കൻ സെൽഫി, പ്രേമം, ആ ഒരു വൈബിലുള്ള സാധനമാണ്. കോമഡിയൊക്കെ എവിടെയൊക്കെ പ്ലേസ് ആയിട്ടുണ്ട്, അതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തില് പടം കിടിലനാണ്. എല്ലാവരും നിങ്ങൾക്ക് മസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഈ ഓണം അടിച്ചോളി ഫാമിലി എല്ലാവരും, പിള്ളേർ സെറ്റ് ആയിക്കോട്ടെ, ഏത് ഏജിലുള്ളവർക്കും പറ്റിയൊരു കിടിലൻ പടം, മസ്റ്റായിട്ട് കണ്ടോ.